വിഴിഞ്ഞത്ത് പങ്കെടുക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമായിട്ടുണ്ട്? അല്ല, വിഴിഞ്ഞത്ത് അവര് നമ്മളെ ക്ഷണിച്ചില്ല. അത് അവരുടെ തീരുമാനമാണ്. എനിക്ക് അതിനകത്ത് പരിഭവവും പരാതിയൊന്നുമില്ല. ആദ്യം കപ്പൽ അടുത്ത സമയത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് രണ്ടാമത്തെ പരിപാടിക്കും ഈ പരിപാടിക്ക് ക്ഷണിച്ചില്ല. അത് ബഹുമാനപ്പെട്ട മന്ത്രിയോട് മാധ്യമപ്രവർത്തകരായി നിങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇത് 4ാമത്തെ വാർഷികമാണ്. ആ 4ാമത്തെ വാർഷികത്തിന്റെ ഭാഗമായിട്ടുള്ള പരിപാടിയാണ്. അത് പ്രതിപക്ഷം അതുമായിട്ട് സഹകരിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇത് പ്രതിപക്ഷ നേതാവിനെ വിളിക്കാത്തതെന്ന്. ഇത് സർക്കാരിന്റെ 4ാമത്തെ വാർഷികമാണോ? അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ CPM-ഉം BJP-യും കൂടിയാണല്ലോ 4ാമത്തെ വാർഷികം ആഘോഷിക്കുന്നത് ആണോ? അങ്ങനെ BJP നേതൃത്വം പറയട്ടെ. 4ാമത്തെ വാർഷികാഘോഷത്തിൽ പങ്കെടുക്കാനാണ് പിണറായി വിജയൻ സർക്കാരിന്റെ 4ാമത്തെ വാർഷികാഘോഷത്തിൽ പങ്കെടുക്കാനാണ് പ്രധാനമന്ത്രി കേരളത്തിലേക്ക് വരുന്നതെന്ന് BJP പറയട്ടെ. അങ്ങനെ BJP-യും CPM-ഉം ചേർന്ന് ഒരുമിച്ചാണ് 4ാം വാർഷികം ആഘോഷിക്കുന്നെങ്കിൽ അത് നടക്കട്ടെ. 4ാം വാർഷികാഘോഷവും ഈ വിഴിഞ്ഞം പദ്ധതിയുടെ ഉദ്ഘാടനവും തമ്മിൽ 2 മുഖ്യമന്ത്രി ഇപ്പൊ അതിന്റെ പൂർണ്ണമായ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഈ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഈ വിഴിഞ്ഞം പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ, UDF സർക്കാർ ഇത് പ്രഖ്യാപിക്കുമ്പോൾ അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇത് 6000 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് ഇടപാടാണ്, ഇത് കടൽ കൊള്ളയാണ് എന്ന് പ്രഖ്യാപിച്ച ആളാണ് ശ്രീ പിണറായി വിജയൻ. ശ്രീ ഉമ്മൻചാണ്ടിക്കെതിരായി ആരോപണം ഉന്നയിച്ച ആളാണ്. 6000 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് ഇടപാടും കടൽ കൊള്ളയുമാണ്. കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ മുഴുവൻ തകർന്നു പോവരുടെ ഉപജീവനം ഇല്ലാതായി പോവും എന്ന് പറഞ്ഞ് ഇതിനെതിരായി നിലപാടെടുത്ത CPM ഇപ്പോൾ അത് യാഥാർത്ഥ്യമാവുമ്പോൾ അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ പോകുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥാപാത്രത്തെ കേരളത്തിലെ ജനങ്ങളെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തും. എട്ടുകാലി മമ്മൂഞ്ഞ്. ഇത്രയുള്ളൂ സംഭവം. മനസ്സിലായില്ലേ? മാത്രമല്ല, ഇത് സ്വാഭാവികമായ പൂർത്തീകരണമാണ്. 2019 പൂർത്തിയാകേണ്ടതാണ്. 2015 തുടങ്ങിയ പദ്ധതി 2025 പൂർത്തിയാകുന്നത്. ഗവൺമെന്റ് ചെയ്യേണ്ട 2-3 കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, 2017 റോഡ് കണക്ടിവിറ്റി പൂർത്തിയാക്കണം. 2025 തുടങ്ങിയിട്ടില്ല. 2019 റെയിൽ കണക്ടിവിറ്റി പൂർത്തിയാക്കണം. കേരള സർക്കാർ ചെയ്യേണ്ടതാണ്, ചെയ്തിട്ടില്ല ഇതുവരെ. 2025 ഈ സർക്കാർ ചെയ്യേണ്ട ഒരു കാര്യവും വിഴിഞ്ഞം പദ്ധതിയുമായിട്ട് ചെയ്തിട്ടില്ല. എന്നിട്ട് പദ്ധതി പൂർത്തിയായപ്പോൾ അത് കൊണ്ടുവന്ന ആളുകളെ വിസ്മരിച്ച് അവിടെ പോയി നിന്ന് പണമെടുത്ത് അതിന്റെ ക്രെഡിറ്റ് ഈ 4ാമത്തെ വർഷം എടുക്കാമെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ വിഡ്ഢികളല്ല എന്ന് മാത്രമാണ് എനിക്ക് വിനീതമായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഓർമ്മിപ്പിക്കാനുള്ളത്. അല്ലല്ല, അവിടുത്തെ MP-യെ വിളിച്ചിട്ടുണ്ട്, MLA വിളിച്ചിട്ടുണ്ട്. അവരവിടെ പോയി പങ്കെടുക്കും. അല്ല, എന്നെ വിളിച്ചിട്ടില്ലല്ലോ. എനിക്ക് നിങ്ങൾ കണ്ടല്ലോ ക്ഷണക്കത്ത്. എല്ലാവർക്കും MP-മാർക്ക് എല്ലാവർക്കും MLA-മാർക്ക് അയച്ച ക്ഷണക്കത്താണ് എനിക്ക് തന്നത്. മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോൾ പറഞ്ഞത് 4ാമത്തെ വാർഷികം ആയതുകൊണ്ട് വിളിക്കുന്നില്ല എന്നാണ്. അല്ല, വിളിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. വിളിക്കാത്ത എന്ത് ക്ഷണക്കത്താണ് എനിക്ക് അയച്ചിരിക്കുന്നത്? ഞാൻ ആ കത്ത് നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾ ആരെങ്കിലും ആണെങ്കിൽ അങ്ങനെ പോകുമെന്ന് നിങ്ങൾ ആലോചിക്കും. എന്ത് ക്ഷണക്കത്താണ് എനിക്ക് അയച്ചത്? ഒരു പ്രോഗ്രാം പോലും എനിക്ക് അയച്ചിട്ടില്ല. 2-ാം തീയതി പ്രധാനമന്ത്രിയുടെ പരിപാടി നടക്കാം. പ്രധാനമന്ത്രിയുടെ പരിപാടി നടക്കുന്നതിന്റെ തലേദിവസമാണ് എനിക്ക് കത്തയക്കുന്നത്. അത് തലേ ദിവസത്തെ ഡേറ്റ് ഇട്ടാണ് കത്തയച്ചത്. തലേ ദിവസം മന്ത്രി പത്രക്കാരോട് പറഞ്ഞത് വിളിക്കുന്നില്ല എന്നാണ്. അപ്പൊ എങ്ങനെയാ തലേ ദിവസത്തെ ഡേറ്റ് ഈ ഇന്നലെ തന്ന കത്തിൽ ഉണ്ടാകുന്നത്? എങ്ങനെയാണ്? ഇതെല്ലാം വെറുതെ. അത് ജനങ്ങൾ പ്രതിഷേധിച്ചപ്പോൾ, രാഷ്ട്രീയമായും എല്ലാ പ്രതിഷേധവും ഉണ്ടായപ്പോൾ അത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അവ്യക്തമായ ഒരു കത്തയച്ചത്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പരിഭവമില്ല, പരാതിയില്ല. ഞങ്ങൾ പൊളിറ്റിക്കൽ ക്യാമ്പയിൻ നടത്തുന്ന ആളുകളാണ്. ഈ വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത് ശ്രീ ഉമ്മൻചാണ്ടി എന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയുടെയും അന്നത്തെ സർക്കാരിന്റെയും വിൽ പവറാണ്. അവരുടെ ഇച്ഛാശക്തിയും അവരുടെ നിശ്ചയദാർഢ്യവുമാണ് ഇത് കേരളത്തിൽ യാഥാർത്ഥ്യമാക്കിയത്. അത് ഞങ്ങൾ ജനങ്ങളോട് പറയും. കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. വല്ലൂരും ചെയ്തതിന്റെ പിതൃത്വം ഏറ്റെടുക്കുക എന്നതാണ് ഈ മുഖ്യമന്ത്രിയുടെ സ്ഥിരം പരിപാടി. അതാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ല, അതൊക്കെ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ സംയുക്തമായിട്ടുള്ള പ്രോജക്റ്റാണ്. നേരത്തെയുള്ള എഗ്രിമെന്റിന്റെ ഭാഗമായിട്ടാണ് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് നൽകുക എന്നുള്ളത്. അന്ന് മുതലുള്ള എഗ്രിമെന്റ് ആണ്. അന്ന് ഉണ്ടായിരുന്ന പല എഗ്രിമെന്റുകളും നടപ്പാക്കിയില്ല. 472 കോടി രൂപ റീഹാബിലിറ്റേഷൻ. ഇതിന്റെ ഈ റെഫ്യൂജീസ് വരും, ഇരകളായിട്ടുള്ളവർ വരും വികസനത്തിന്റെ. അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉമ്മൻചാണ്ടിയുടെ സർക്കാരിന്റെ കാലത്ത് 475 കോടി രൂപയുടെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അതൊന്നും ഇവര് ശ്രദ്ധിക്കുന്നില്ല.
ഈ പോർട്ട് മാത്രം വന്നാൽ പോരാ, പോർട്ടിന് കണക്ടിവിറ്റി വേണം. ആ കണക്ടിവിറ്റിയെ കുറിച്ച് കഴിഞ്ഞ 9 വർഷമായിട്ട് ഈ ഗവൺമെന്റ് എന്ത് ചെയ്യും? അതാണ് ഗവൺമെന്റ് ചെയ്യേണ്ട ജോലി. മറ്റത് രണ്ടു കൂട്ടരുടെയും പൈസ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ കൃത്യമായിട്ട് അത് പൂർത്തിയാവും. അത് തന്നെ വളരെ വൈകിയാണ് പൂർത്തിയായത്. മാത്രമല്ല, സർക്കാർ ചെയ്യേണ്ട ഒരു കാര്യവും കണക്ടിവിറ്റിയായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യവും അവരവിടെ ചെയ്തിട്ടില്ല. ഗവൺമെന്റ് ചെയ്യുന്നതെല്ലാം അപകടത്തിൽ. ഇപ്പോ ലോകബാങ്കിന്റെ 140 കോടി രൂപ വകമാറ്റി ചെലവഴിച്ചിരിക്കുകയാണ്. പൈസ ഇല്ലാത്തതുകൊണ്ടാണ്. എന്നിട്ട് പൈസ ഇല്ലാത്ത ഈ സർക്കാരാണ് ഈ 100 കോടി രൂപയിലധികം ചെലവാക്കി ഇപ്പോൾ ഈ വാർഷികാഘോഷം നടത്തുന്നത്. ഈ വാർഷികാഘോഷം ജനങ്ങളുടെ പണമെടുത്ത് നടത്തുന്ന ആർഭാടമാണ്. ഈ 4ാം വാർഷികത്തിൽ അഭിമാനിക്കാവുന്ന ഒന്നും സർക്കാരിന്റെ മുമ്പിലില്ല. എന്നിട്ട് 15 കോടി രൂപയുടെ ഹോർഡിംഗ് വെച്ചേക്കാണ് മുഖ്യമന്ത്രിയുടെ പടമുള്ളത്. നാണക്കെട്ട സർക്കാരാണിത്. ആർക്കും കൊടുക്കാൻ പണമില്ല. പാചക തൊഴിലാളികൾക്ക് പോലും, സ്കൂളിലെ പാചക തൊഴിലാളികൾക്ക് പോലും പൈസ കൊടുത്തിട്ടില്ല. ആശാ വർക്കർമാര് സമരം ചെയ്യുന്നു. സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കൊടുക്കുന്ന കളക്ഷൻ ഏജന്റുമാർക്ക് പൈസ കൊടുത്തിട്ടില്ല, പെൻഷൻ കൊടുക്കുന്നില്ല. ക്ഷേമനിധികൾ തകർന്നു, ആശുപത്രി മരുന്നില്ല, മാവേലി സ്റ്റോറി സാധനമില്ല. എന്നിട്ടും കോടികൾ എടുത്ത്, പണമില്ലാത്ത സർക്കാർ കോടികൾ എടുത്ത് ഈ ആർഭാടം നടത്തുന്നു. ജനങ്ങളുടെ പണമാണ് ഇത് എടുക്കുന്നത്. 140 കോടി രൂപ ലോകബാങ്കിന്റെ പണം വകമാറ്റി ചെലവ് ചെയ്തു. കുറ്റകൃത്യമാണ് ചെയ്തത്, കുറ്റകൃത്യം. പൈസ ഇല്ല. എന്നിട്ട് അവസാനം ലഹരി മരുന്നിനെതിരായി ക്യാമ്പയിൻ, ചുവന്ന ബനിയൻ ഉണ്ടാക്കി മുഖ്യമന്ത്രിയുടെ പടം ഒട്ടിച്ചു വെച്ച് പാവം പിള്ളേരെ ഇടിയിച്ച്. നാണമുണ്ടോ സർക്കാർ? നാണം. ചുവന്ന എന്താണ് ഈ ലഹരി മരുന്നിനെതിരായിട്ടുള്ള പ്രചരണം? ചുവപ്പുവൽക്കരിക്കുകയാണോ? മാർക്സിസ്റ്റ്വൽക്കരിക്കുകയാണോ? മുഖ്യമന്ത്രിയുടെ പടം സ്വന്തം കാശ് കൊണ്ട് അടിച്ച് ചെലവാക്കണം. സർക്കാരിന്റെ പണം കൊണ്ടല്ല മുഖ്യമന്ത്രിയുടെ പടം അടിച്ച് ബനിയനിട്ട് കുട്ടികളെ ഇരുത്തുന്നത്. ഇതൊക്കെ എത്രമാത്രം 3ാം കിട നിലവാരത്തിലേക്ക് അല്ലെങ്കിൽ 4ാം കിട നിലവാരത്തിലേക്ക് ഒരു സർക്കാർ പോകുക എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം. അല്ലെ, എന്തെങ്കിലും വികസനം നടത്തിയാലല്ല അതിനെതിരായിട്ട് ഒരു വിരോധം പറയാൻ പറ്റുള്ളൂ. ജലജീവൻ മിഷൻ വഴിയിലാണ്, കോടികളാണ് കൊടുക്കാനുള്ളത്. PWD കരാറുകാർക്ക് കോടികളാണ് കൊടുക്കാനുള്ളത്. ഒരു കരാറുകാരന് ഒരു പണിയെടുക്കുന്നില്ല. ആര് വികസന പ്രവർത്തനം നടത്തിയെന്നാ പറയുന്നത്? അതിപ്പോ ഈ മറ്റേ ഇവിടെ പറയുന്ന പോലെയാണ്, നരേന്ദ്രമോദി പറയുന്ന പോലെയാണ്. നരേന്ദ്രമോദിയെ വിമർശിച്ചാൽ അവർ ദേശവിരുദ്ധർ, പിണറായി വിജയനെ വിമർശിച്ചാൽ അവർ സംസ്ഥാന വിരുദ്ധരും വികസന വിരുദ്ധരും. അതൊക്കെ കയ്യിൽ വെച്ചാൽ നമ്മുടെ ആൾക്കൂട്ടാക്രമണത്തിലെ കർണാടകയിൽ ആൾക്കൂട്ടാക്രമണത്തിൽ ഒരു മലയാളിയാണ് കൊല്ലപ്പെട്ടത്. അപ്പൊ അത് അവരുടെ കുടുംബത്തിന് നീതി ഉറപ്പാക്കാൻ തീർച്ചയായിട്ടും ഉറപ്പാക്കും. കർണാടക ഗവൺമെന്റുമായിട്ട് കൂടി ബന്ധപ്പെടും. ആ നീതി, ആ കുടുംബത്തിന് നീതി കിട്ടുന്നത് ഉറപ്പാക്കുക തന്നെ ചെയ്യും. അല്ല, അത് എല്ലാവരുമായിട്ട് ആലോചിച്ച് തീരുമാനിക്കും. ആ കത്തില് ഞാൻ എങ്ങോട്ട് ചെല്ലണമെന്നാണ് ഇന്ന് മനസ്സിലായിട്ടില്ല. ഈ വേടനെതിരെയുള്ള